സിജോ സാർ നമസ്കാരം. നമസ്കാരം. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്നുണ്ട്. വെള്ളാപ്പള്ളിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് മുസ്ലിം ലീഗും യൂത്ത് ലീഗ് അടക്കമുള്ളവർ രംഗത്തെത്തുന്നുണ്ട്. വെള്ളാപ്പള്ളിയെ കാട്ട് കിഴവൻ, കടൽ കിഴവൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇവർ രംഗത്തെത്തുന്നുണ്ട്. അതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ ആരുമില്ല സത്യം പറഞ്ഞാൽ ഇവിടെ. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിൽ ഒരു സംഭവം ഞാൻ പ്രധാനമായും നോക്കിക്കാണുന്നത്, കേരളത്തിൽ OBC സംവരണത്തെ കുറിച്ചാണ് വെള്ളാപ്പള്ളി കൃത്യമായിട്ട് സംസാരിച്ചത്. ഈ OBC സംവരണം അന്നും ഇന്നും കേരളത്തിൽ വളരെ വലിയ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഇതിൽ വ്യക്തത വരുത്താൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 40% കേരളത്തിൽ അതർ ബാക്ക്വേർഡ് കാസ്റ്റ് OBC സംവരണം കൊടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 74 ജാതി വിഭാഗങ്ങൾക്കായി 40% സംവരണം അവർക്കായി നമ്മുടെ കേരളത്തിൽ നീക്കിവെച്ചിട്ടുണ്ട്. ഈ 40% സംവരണത്തിൽ 14% മാത്രമാണ് ഈഴവ സമുദായത്തിന് ഇവിടെ ലഭിക്കുന്നത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. പോരാത്തതിന് അദ്ദേഹം പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 40%-ത്തിൽ 12% മുസ്ലിം മതവിഭാഗങ്ങൾക്കായി നീക്കി വച്ചിരിക്കുകയാണെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇത് പറയുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ന്യൂനപക്ഷ പദവിയിലുള്ള സംവരണവും OBC സംവരണവും ഇത് രണ്ടും അവർക്ക് ഒരുമിച്ച് ലഭിക്കുകയാണ്. ഏതെങ്കിലും ഒരു സംവരണമല്ലേ ലഭിക്കേണ്ടത്? ഒന്നെങ്കിൽ നിങ്ങൾ മൈനോറിറ്റീസ് ആണ് ഈ രാജ്യത്ത്, നിങ്ങൾ ആ മൈനോറിറ്റീസിന്റെ സംവരണം കൈപ്പറ്റുക, ഇല്ലെങ്കിൽ നിങ്ങൾ OBC സംവരണം കൈപ്പറ്റുക. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇവർ ന്യൂനപക്ഷമാണ്, അതിന്റെ സംവരണം അവർക്ക് കിട്ടുന്നുണ്ട്. കൂട്ടത്തിൽ ഈ OBCക്ക് കൊടുക്കുന്ന ഈ 40% സംവരണത്തിൽ നിന്ന് 12% കൂടെ ഇവർ കൈയിട്ട് വരുന്നുണ്ടെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. ഇത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ഇതിൽ ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഈ കാര്യം അഡ്രസ്സ് ചെയ്യാതെ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെ പറ്റി പറഞ്ഞ ഒരു വാക്കിൽ കയറി പിടിച്ചുകൊണ്ട് ഇവര് തൂങ്ങുകയാണ്. ഈ കാര്യങ്ങൾ ഇവർ അഡ്രസ് ചെയ്യുന്നില്ല. ഒരു നേതാക്കളും ഈ കാര്യത്തിൽ വ്യക്തത വരുത്താൻ തയ്യാറല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വെള്ളാപ്പള്ളി നടേശൻ ഇത് വ്യാജമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണെങ്കിൽ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്കും ഇവിടെയുള്ള സുഡാപ്പികളെ താങ്ങുന്ന കോൺഗ്രസ്സുകാർക്കും എല്ലാവർക്കും വെള്ളാപ്പള്ളിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാമല്ലോ. അതൊരു പോയിന്റ് ആണല്ലോ, അങ്ങനെ അവർക്ക് സ്വീകരിക്കാം. അപ്പൊ അതും ചെയ്യാവുന്നതാണ്. ഇപ്പൊ അവർ അതും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ OBC സംവരണത്തിൽ ഇത്തരത്തിൽ ഒരു നീതികേട് നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. ചോദ്യം ഒന്നാമത്, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് അന്യായമല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, എന്റെ കയ്യിൽ ഒരു പത്ര കട്ടിങ് ഇരിപ്പുണ്ട്. അതില് കേരളത്തിൽ സംവരണ ആനുകൂല്യം ലഭിക്കുന്നത് ഒരു പിന്നോക്ക വിഭാഗത്തിന് മാത്രം, അതുകൊണ്ട് തന്നെ നീതി നിഷേധം തുറന്നുകാട്ടി ഹാരിസ് ബീരാൻ സുപ്രീം കോടതിയിലോട്ട് പോയിരിക്കുകയാണ്. ഹാരിസ് ബീരാൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അയാൾ സുപ്രീം കോടതിയിലോട്ട് പോയിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം, ഇന്ദിരാ സാഹ്നി കേസിലെ സുപ്രീം കോടതി വിധി നിർദ്ദേശിക്കുന്നത് സംവരണ പട്ടിക കൃത്യമായ ഇടവേളകളിൽ അവലോകനം ചെയ്യണമെന്നും പിന്നാക്ക അവസ്ഥയിൽ നിന്ന് മറികടന്ന വിഭാഗങ്ങളെ ഒഴിവാക്കി പുതിയ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തണമെന്നുമാണ് എന്ന് പറഞ്ഞു. എന്നാൽ 3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ഇയാൾ പോയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ അർത്ഥങ്ങൾ? യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? സാറിന് എന്താ തോന്നുന്നു? ഇത് വെള്ളാപ്പള്ളി നടേശൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. അതില് നമുക്ക് അദ്ദേഹത്തെ തെറ്റു പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് പറഞ്ഞ ഒരു കാര്യത്തിന്റെ മെറിറ്റ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മലപ്പുറത്തെ പറഞ്ഞു, അല്ലെങ്കിൽ ആ ജില്ലേനെ അപമാനിച്ചു, മതത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇറങ്ങുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം സ്പോട്ട് ഓൺ ആണ്. ആ കാര്യത്തിൽ അത് കേരളത്തിൽ ആരും അഡ്രസ് ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു കാര്യമാണ്. പക്ഷേ ധനുഷ് പറഞ്ഞ ഒരു ഇതിനോട് എനിക്ക് വിയോജിപ്പുള്ളതെന്ന് വെച്ചാൽ, പുള്ളിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. കേരളത്തില് ഇത്രയും കൃത്യമായിട്ട് പുള്ളി ഒരു കാര്യം പറഞ്ഞു, ആ സ്റ്റാൻഡിൽ നിൽക്കുകയും ചെയ്ത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ ഭാഗത്തുനിന്നും സപ്പോർട്ടുണ്ട്. അത് അദ്ദേഹം സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്. പുള്ളി ഒരു ഔട്ട് സ്പോക്കൺ ആയിട്ട് വർത്തമാനം പറയുന്ന ആളാണ്. പുള്ളിക്ക് അന്നേരം മനസ്സിൽ തോന്നുന്ന കാര്യം ഈ കാവ്യാത്മകമല്ലാതെ പുള്ളി പറയുമെന്ന് മാത്രമേ ഉള്ളൂ. മുഖത്ത് നോക്കി കാര്യം പറയുന്നത്. അതിലെക്കൊണ്ടാണ് പുള്ളിയുടെ ചില സെന്റൻസ് മാത്രം എടുത്തിട്ട് ആക്ച്വൽ സബ്ജക്റ്റിൽ നിന്ന് ഇവർ പുറത്തു പോകുന്നത്. അവർക്ക് എന്തോ ഒളിക്കാനുള്ളത് കൊണ്ട് തന്നെയാണ്. അതായത് ആരൊക്കെയാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്. അതായത് ഇതിലിപ്പോ മനുഷ്യ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 14% ഈഴവ കമ്മ്യൂണിറ്റിക്ക് ഉള്ളത്. ഈഴവയിലുള്ള 14%, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് 12%. അതേപോലെ തന്നെ ഈ ലത്തീൻ കത്തോലിക്കർക്കുണ്ട്. അപ്പൊ ലത്തീൻ കത്തോലിക്കർക്ക് 4% സംവരണം കേരളത്തിൽ.
അപ്പം ഇത് നമ്മൾ കാണുന്നത് ഇതിനൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉണ്ട്. അതായത് പണ്ട് തിരുക്കൊച്ചി സംസ്ഥാനത്ത് ഈ ആ കാലത്ത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കാരും അതേപോലെ തന്നെ ഈ ക്രിസ്ത്യൻസ്, അതായത് ലത്തീൻ കത്തോലിക്കർ, സാധാരണ ക്രിസ്ത്യൻസ് ഒരു ജനറൽ കാറ്റഗറിയിലാണ് കേരളത്തിൽ ഒരു 60% ക്രിസ്ത്യൻസ് വരിക, അതായത് സാധാരണ ഉം. ജനറൽ കാറ്റഗറിയിൽ വരുന്നത്. അതിൽ ഈ ലത്തീൻ കത്തോലിക്കർ മാത്രം അന്ന് തിരുക്കൊച്ചി സംസ്ഥാനത്ത് കുറെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ ചെറുപ്പത്തിലെ നിങ്ങൾ കടലിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ അവർ സ്കൂളുകളിൽ പോകാറില്ല. അതേപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും അന്ന് തികച്ചും ബാക്ക്വേർഡ് ആയിരുന്നു. അവരും ഈ പള്ളിക്കൂടങ്ങളിൽ അന്ന് പോകില്ല, അവർ മദ്രസയിലൊക്കെ പോകും, അത്യാവശ്യം എന്തെങ്കിലും ആവും, പിന്നെ കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു തിരുക്കൊച്ചി സംസ്ഥാനത്തുണ്ട്. അവർ ചെറിയൊരു ന്യൂനപക്ഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവർക്ക് അവരുടെ ഒരു എഡ്യൂക്കേഷനും അവരൊരു സംവരണം തിരുക്കൊച്ചി സംസ്ഥാനം ഇവർക്ക് കൊടുത്തു. ജോലിയിലല്ല, എഡ്യൂക്കേഷനിൽ സംവരണം കൊടുത്തു. അത് സ്വാതന്ത്ര്യാനന്തരം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംവരണം നിലനിർത്തി. 1956 തൊട്ട് ഈ മുസ്ലിം സംവരണം കേരളത്തിലുണ്ട്. ഈ ഒരു 1956 തൊട്ട് ഈ ലത്തീൻ കത്തോലിക്കര് 93-ലോ 96-ലോ കണ്ടാണ് ലത്തീൻ കത്തോലിക്കരുടെ ഒരു, അതിനുശേഷം എത്രമാത്രം അതിന്റെ ഒരു കൃത്യമായ കാലാവധി എനിക്ക് ഓർമ്മയില്ല, ഒരു 93 തൊട്ടൊക്കെ ലത്തീൻ കത്തോലിക്കർക്കും തിരുക്കൊച്ചിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന സംവരണം ഉണ്ടെങ്കിൽ അതിനു മുമ്പ് ആ കാലഘട്ടം തൊട്ടും ഉണ്ടായിരുന്നു. അവർക്ക് ഒരു ജെനുവിന് ആ കാലഘട്ടത്തെ സാമൂഹ്യ നീതി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് അങ്ങനെ ഒരു സംവരണം അവരെ ഏർപ്പെടുത്തിയത്. പക്ഷെ ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ സ്വതന്ത്രമാവുകയും അതിനുശേഷം ഇവർക്കെല്ലാം മൈനോറിറ്റി പദവി കിട്ടി. അതായത് മുസ്ലിങ്ങൾ മൈനോറിറ്റിയാണ്, അതേപോലെ ക്രിസ്ത്യാനികളും. ഇവർ ക്രിസ്ത്യൻസിലുള്ള ഒരു ഉപവിഭാഗമാണ് ഈ ലത്തീൻ കത്തോലിക്കർ എന്ന് പറയുന്നത്. എല്ലാ ക്രിസ്ത്യാനികൾക്കും സംവരണം. അപ്പം പക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ 1-2 വിഭാഗങ്ങൾ ഒഴികെ, അതിൽ അധികം നമ്പർ ഒന്നുമില്ല, കേരളത്തിൽ തന്നെ തപ്പിയെടുത്താൽ 10,000 പേര് അല്ലെ 10,000-15,000 പേര് മാത്രം ഉള്ളവരെ മാത്രം ഒരു മരുന്നിന് ഒഴിവാക്കിയിട്ടിട്ടുണ്ട്. ബാക്കി കേരളത്തിലെ ഈ MA യൂസഫ് അലിയുടെ കുട്ടിക്ക് വേണമെങ്കിലും OBC സംവരണം കിട്ടും. അതാണ് അതിന്റെ ഒരു പോയിന്റ്. അതായത് ആ ഒരു ഇതിലോട്ട് വരും. അപ്പം കേരളത്തിലെ 90% മുസ്ലിം കമ്മ്യൂണിറ്റി, അതായത് കേരളത്തിലെ ഏറ്റവും അഫ്ലുവൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ നിലവിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. എൻ്റെ ഒരു നോട്ടത്തിൽ ഞാൻ നോക്കിയിട്ട് മേ ബി അവരുടെ ലാൻഡ് മാസ് കുറവായിരിക്കും, പക്ഷേ സാമ്പത്തിക ക്രയവിക്രയങ്ങളിലും കച്ചവടത്തിലും ഒക്കെ കേരളത്തിലെ ഏറ്റവും അഫ്ലുവൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി തന്നെയാണ് അവർ. അവർക്ക് സ്വാഭാവികമായിട്ട് പഴയ കാലഘട്ടങ്ങളിൽ കൊടുത്താണ്. അപ്പം ഈ ഒരു സംവരണം എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇതിങ്ങനെ കൊടുത്തു വന്നിരുന്നു. അതേപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അന്ന് ആള് കുറവായിരുന്നു കേരളത്തിൽ. അപ്പൊ ഇവര് ഈ ഇന്ദിരാ സാഹിനി കേസിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത്, അത് പ്രത്യേകിച്ച് ഇവർ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നതിനുള്ള കാര്യം, ബീരാനൊക്കെ നമ്മൾ വിചാരിക്കും ഈ ഹാരിസ് ബീരാനൊക്കെ ഡൽഹിയിൽ വെറുതെ അങ്ങോട്ട് ജയിപ്പിച്ചു വിട്ടതാണ്, അല്ല ഇവര് രാജ്യസഭയെ കൊണ്ടിരുത്തേക്കുന്നതാണ്, പുള്ളിയുടെ പൈസ മുടക്കിയിട്ടാണ്. അതൊന്നുമല്ല, കൃത്യമായിട്ട് അജണ്ട വെച്ച് കൃത്യം സമയത്ത് എടുക്കേണ്ട പണി എടുപ്പിക്കാൻ തന്നെയാണ് ഇദ്ദേഹത്തെയൊക്കെ കൊണ്ടുവച്ചേക്കുന്നത്. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു ആ ഒരു ബോധം വേണം. അത് ഹിന്ദുക്കൾക്ക് ഇല്ലാത്തതും ക്രിസ്ത്യാനികൾക്ക് ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇച്ചിരിച്ചേ വെച്ച് വരുന്നുണ്ട്, ഒക്കെ ഉള്ളതും ഇതൊക്കെ തന്നെയാണ്. അതും കേരളത്തിൽ ഒരു അപ്രൈസിങ് ഉണ്ടാവും. കാരണം എല്ലാ കാലത്തും ഇതേപോലെ മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് വെള്ളാപ്പള്ളി നടേശൻ ചേട്ടനൊക്കെ മനസ്സിലാക്കുന്നുകൊണ്ടും ഇനി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചാടി കളിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുമെന്ന് പുള്ളിക്ക്, അതായത് നമുക്കിപ്പം എത്ര കോടാനുകോടി രൂപയുണ്ടെങ്കിലും നമ്മുടെയൊക്കെ ജോലിയിൽ നമ്മുടെ ആൾക്കാരില്ലെങ്കിൽ പലയിടത്തും പാര വെക്കാൻ പലർക്കും പറ്റും. ഇപ്പം എൻ്റെ കയ്യിൽ എത്ര 1000 കോടി രൂപ ഉണ്ടെങ്കിലും ഒരു ക്ലർക്ക് വിചാരിച്ചാലും പണി തരാൻ പറ്റും. അപ്പം അതാണ് അതിന്റെ ഒരു ഇതിന്റെ പൊളിറ്റിക്സ്. അത് ഈ പറയുന്ന ബീരാനും അവരുടെ ആ ഒരു സമൂഹത്തിന് നന്നായിട്ട് അറിയും. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ഒരു ഇസംസ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പലതും വരുന്നത്. അപ്പൊ ഇതിലെ പ്രശ്നം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇഴവ, തീയ ആൻഡ് ഒരെണ്ണം കൂടെ ഉണ്ട്, എനിക്ക് പേര് കിട്ടുന്നില്ല, അവരും കൂടെ ആയിട്ടുള്ള ആ ഒരു വിഭാഗത്തിലെ ജനസംഖ്യ കുറഞ്ഞു വരുവാണ്. അപ്പൊ ജനസംഖ്യ കുറഞ്ഞു വരികയും മുസ്ലിം സമുദായത്തിന്റെ ജനസംഖ്യ കൂടി വരികയും ചെയ്യുന്നുണ്ട്. അതേപോലെ ലത്തീൻ സമുദായം എന്ന് പറഞ്ഞാൽ കേരള ജനസംഖ്യയിൽ 1 സംതിങ് ആണ്, 1.5% or 2% അത്ര കണ്ടേ ഉള്ളൂ. അപ്പം അതില് അവർക്ക് 4% സംവരണമുണ്ട്. അപ്പോൾ അതിലായിരുന്നു ആദ്യം കൈവെക്കാൻ വേണ്ടി ഇവർ നോക്കിയത്. അത് പക്ഷേ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും ഇവാഞ്ചലിസ്റ്റുകളും ഗ്ലോബലി ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയിൽ ലത്തീൻ സഭയായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്രിക്ഷൻ, ഒരു സമയം അവർക്ക് ആയിട്ടില്ലാത്തതുകൊണ്ട് മാത്രം അവരവിടെ പിടിച്ചു വെച്ചേക്കുന്നത്. കാരണം ഇവർ തമ്മിൽ മീൻസ് ഒരേ പക്ഷികളെ പോലെ ലോകമെങ്ങും പാറി നടക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാനത് കുറ്റമായിട്ടല്ല, അവരുടെ സ്ട്രാറ്റജി അങ്ങനെയാണ്. അപ്പോൾ മനസ്സിലായി. അതിപ്പോ പലരും അത് എതിർത്തേക്കാം, പലതും ഒക്കെ പറഞ്ഞു വരാം. പക്ഷെ
അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. അത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ തന്നെ ഈ ആഫ്രിക്കയിലോ നൈജീരിയയിലോ കിടക്കുന്ന വൻ കൂട്ടക്കൊലകളെ കുറിച്ച് മാർപ്പാപ്പ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ ഒരു ഉത്തരം ഗ്ലോബലി ഉണ്ട്. നമ്മളിവിടെ നടക്കുന്ന പല കാര്യത്തിനും ഒരു ഗ്ലോബൽ സ്റ്റേജിൽ വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട് ഇവരിലാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ലത്തീൻ സഭയുടെ ഒരു 4% ഇവർക്ക് തൽക്കാലം തൊട്ട് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ കേരളത്തിലെ ഈ മിനിമം ഇഷ്യൂ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ക്രൈസ്തവരുടെ അതായത് ഇടയ്ക്ക് നല്ലൊരു പിന്നെ ഈ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ട്. അത് കൂടുതലായിട്ട് പോളറൈസേഷൻ തൽക്കാലം ഉണ്ടായിട്ടുണ്ട്. താല്പര്യപ്പെടും. ഉണ്ട് അത് ഇതാക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണം കുറഞ്ഞ സമുദായം, അതായത് ഈ തീയ സമുദായത്തിൽ നിന്ന് ഇഴവ സമുദായത്തിൽ നിന്നുള്ള ആൾക്കാരെ എണ്ണം കുറഞ്ഞതുകൊണ്ട് ഈ പറയുന്ന ഇന്ദിരാസാഹിനി കേസിൽ പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ചാൽ ജനസംഖ്യാനുപാതികമായി സംവരണം പുനർ പരിശോധിക്കുക ഏകീകരിക്കുകയോ ഒക്കെ ചെയ്യണമെന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു 20 ജോലിയുണ്ട് നിലവിൽ ഒരാൾ 20 ഇപ്പൊ നമുക്കൊരു ലെറ്റസ് 14ഉം 12ഉം 4ഉമാണ്. ഇപ്പൊ ഈ 3 സമൂഹത്തിന് നമ്മൾ പറഞ്ഞ 3 സമയത്ത് 14 ഈഴവ 12 മുസ്ലിം ആകുമ്പോൾ 26 അല്ലെ 26 പിന്നെ പ്ലസ് 4 ഇവരുടെ ലത്തീൻ കത്തോലിക്ക, അപ്പം 30% ഉണ്ട്. അപ്പൊ 30%-ല് ജനസംഖ്യ കുറഞ്ഞ ആൾക്കാരെ എടുത്തിട്ട് ജനസംഖ്യ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈഴവ കമ്മ്യൂണിറ്റിക്കും ലത്തീൻ കത്തോലിക്കർക്കും നഷ്ടം നേരിടും. നിലവിലെ ആ വിധി അത് ഇന്ദിരാസാഹിനി കേസ് ഇവര് നടപ്പാക്കണമെന്ന് പറഞ്ഞ് പോകുന്ന തന്നെ ആ ജനസംഖ്യ അതേപോലെ നിൽക്കുന്നില്ല. ഈഴവ കമ്മ്യൂണിറ്റിയുടെ ജനസംഖ്യ കുറയുന്നുണ്ട്, അതേപോലെ തന്നെ ലത്തീൻ കത്തോലിക്കരും കാര്യമായിട്ടില്ല. ഇപ്പൊ അവരുടെ ഒരു പരിപാടി എന്ന് വെച്ചാല് ഈ സംവരണം ഉദ്ദേശിച്ച തിരുവനന്തപുരം ജില്ലക്കാർക്ക് അറിയാം, തിരുവനന്തപുരത്തിലെ ചില വിഭാഗങ്ങളെ മതം ഈ ലത്തീൻ കത്തോലിക്കർക്ക് ഈ സംവരണം ഉള്ളത് കൊണ്ട് തന്നെ ലത്തീനിലോട്ട് മാറാൻ പല ആൾക്കാർക്കും തിരുവനന്തപുരം ഏരിയയിലുള്ള ചിലർക്ക് താല്പര്യം കൂടുതലുണ്ട്. ചില കമ്മ്യൂണിറ്റിയിൽ അവര് കമ്മ്യൂണിറ്റിയുടെ പേരെടുത്ത് പറയുന്നില്ല, തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഒരുപക്ഷെ അറിയുന്നുണ്ടാവും. അതായത് അവര് ഈ ഒരു സാഹചര്യം മതപരിവർത്തനത്തിനും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഉപയോഗിക്കുന്നതല്ല, കാരണം സ്വാഭാവികമായിട്ടും ഇപ്പൊ ഞാൻ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എനിക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള ഒരു സംവരണം കിട്ടും, ഞാൻ നേരെ അങ്ങോട്ട് ചാടിപ്പോകുന്നത് വയറ്റിപ്പഴപ്പിന് വേണ്ടി ഓരോരുത്തർ ചെയ്യുന്നതാണ്. അത് ഏതൊക്കെ തരത്തിലാണ് അത് വെപ്പണൈസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പൊ ഇത് പറയുമ്പോൾ ഇതിനെതിരെ ചാടി വരാനൊക്കെ ആൾക്കാരുണ്ടാവും, പക്ഷെ സ്റ്റിൽ അത് പ്രാക്ടിക്കലി ട്രിവാൻഡ്രത്തിന്റെ കോസ്റ്റൽ ബെൽറ്റിലൊക്കെ ചിലയിടത്ത് ചില കമ്മ്യൂണിറ്റീനെ തീരെ ഇല്ലാതെയാക്കുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതില് ഈ പറയുന്ന 12, 14, 4 ഉള്ള തിരുത്തലുകളെയാണ് ഈ പറയുന്ന പലരും പേടിക്കുന്നത്. അതായത് അവർക്ക് ജെനുവൻലി അതിൽ പേടിക്കേണ്ട കാര്യമുണ്ട്. ഈഴവ കമ്മ്യൂണിറ്റിയുടെ പ്രാതിനിധ്യം കുറയും, ലത്തീന്റെ പ്രാതിനിധ്യം കുറയാം, ജനസംഖ്യ ആനുപാതികമായി പോകുമ്പോൾ സ്വാഭാവികം അത് വരും. പിന്നെ ഇതിലുള്ള ഒരു ചോദ്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനോറിറ്റി സംവരണവും അതേപോലെ തന്നെ ഈ OBC സംവരണവും ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ല, ഷെഡ്യൂൾഡ് ക്ലാസ് ആണ്, അതർ ഷെഡ്യൂൾഡ് ക്ലാസ്. ഈ OBC സംവരണം ഒരേപോലെ എങ്ങനെയാണ് രണ്ട് സമൂഹങ്ങൾ എസ്പെഷ്യലി ലത്തീൻ സഭയുടെയും ലത്തീൻ സമൂഹവും അതേപോലെ മുസ്ലിം സമൂഹവും എങ്ങനെയാണ് അത് ഒരുമിച്ച് കൈപ്പറ്റുന്നത് എന്നുള്ള ചോദ്യമാണ്. അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതിന് ഉത്തരം പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് മതസംവരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം കൊടുക്കാനുള്ള ഒരു നിയമമില്ല. പിന്നെ അതർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സാമൂഹികമായിട്ട് ഇപ്പൊ താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് കയറി വരാൻ വേണ്ടി കൊടുത്ത ഒരു സംവരണമാണ്. ഇപ്പൊ ഈ ബീരാൻ സുപ്രീം കോടതി പോയതനുസരിച്ചാണെങ്കിൽ കേരളത്തിലെ സാമൂഹികമായി ഏറ്റവും താഴെ കിടക്കുന്ന സമൂഹങ്ങൾ ഏതൊക്കെയാണെന്ന് തപ്പി നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഇപ്പോൾ സ്റ്റിൽ ഈഴവ കമ്മ്യൂണിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ക്ലെയിം ജസ്റ്റിഫൈ ചെയ്യാവുന്നതല്ല. പക്ഷെ ഈ കോടതിയിലോട്ട് എത്തുമ്പോൾ ഈ പഴയ വിധികൾ വെച്ചിട്ടുള്ള കളിയായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈഴവ കമ്മ്യൂണിറ്റിക്കും തീയ കമ്മ്യൂണിറ്റിക്കും ഒക്കെ നഷ്ടം നേരിടുന്നതുകൊണ്ടാണ് നമ്മുടെ ഇദ്ദേഹം ഇതിനെ അഡ്രസ് ചെയ്യാൻ ഇറങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സപ്പോർട്ട് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു രാജീവ് ചന്ദ്രശേഖർജി ഇതിനു വേണ്ടിയിട്ട് എന്തോ അതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലില്ല. അപ്പം ഇത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും പണ്ടോട്ടെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിച്ചിട്ട് ഇവര് ഏതൊക്കെ തരത്തിലാണ് അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നത് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ആന്ന് വെച്ചിട്ട് ഈ പറയുന്ന സമൂഹങ്ങളിലെ പാവപ്പെട്ട ആൾക്കാർക്ക് ഈ സംവരണം കൊടുത്തുകൂടാ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതർ ബാക്ക്വേർഡ് ക്ലാസ്സിൽ വരും, ഒന്നെങ്കിൽ അതർ ബാക്ക്വേർഡ് ക്ലാസ്സിൽ വരിക അല്ലെങ്കിൽ മൈനോറിറ്റിയിൽ വരിക. പിന്നെ ഇതിന്റെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതായത് ഇപ്പം 49% ഇന്ത്യയിലായാലും നമ്മൾ മൈനോറിറ്റിയാണ്. ഇപ്പം ക്രിസ്ത്യാനി 49 ആയാലും മുസ്ലിം 49 ആയാലും 51% ഹിന്ദു ഉണ്ടെങ്കിൽ അവരെല്ലാം മൈനോറിറ്റിയാണ്. അതായത് ഗ്ലോബലി UN പറയുന്നവരെയും
10% മാക്സിമം 12% വരെയുള്ള അതിന് മുകളിലുള്ള ഒരു സമൂഹത്തെ മൈനോറിറ്റി ആയിട്ട് ഗ്ലോബലി കണക്കാക്കാൻ ഒരു അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചില്ല. UN ഒരു പപ്പറ്റ് കടലാസ് സംഘടനയാണെങ്കിൽ പോലും അങ്ങനെ ഒരു സംവരണം ലോകത്ത് എവിടെയില്ല. കാരണം വെച്ചാൽ ഇപ്പൊ ഒരു മൈനോറിറ്റി അമെന്റ്മെന്റ് ബിൽ എന്ന് പറഞ്ഞ ഒരു ബില്ല് പരിഗണനയിലുണ്ടായിരുന്നു. അത് 5% മുകളിലുള്ള ഏതൊരു കൂട്ടരെയും മൈനോറിറ്റി അല്ല എന്നുള്ള രീതിയിൽ പരിഗണിക്കണം എന്നുള്ള രീതിയിൽ ഒരു ബില്ലുണ്ടായിരുന്നു. ഇപ്പം അതിനെ മറികടക്കാൻ വേണ്ടി ഇങ്ങനെ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ക്രൈസ്തവ സഭയുടെ 80:20 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവർക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം മൈനോറിറ്റി സംവരണങ്ങളിൽ കിട്ടുന്നില്ലെന്ന് പറഞ്ഞൊരു ബഹളം ഒരു 1-2 വർഷം മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല മൈനോറിറ്റിയില് ഇപ്പൊ കേരളത്തിലെ മൈനോറിറ്റിയിലെ കമ്മിറ്റികളിൽ 2 സെപ്പറേറ്റ് റിലീജിയനിൽ നിന്നായിരിക്കണമെന്നുണ്ടായിരുന്നു. വൺ ഫ്രം ദ അതർ മൈനോറിറ്റി റിലീജിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. അത് ജലീൽ കഴിഞ്ഞ പിണറായി മന്ത്രിസഭയുടെ സമയത്ത് ഈ ന്യൂനപക്ഷകാര്യ മന്ത്രിയായിരുന്നുള്ള അതർ മൈനോറിറ്റി എന്നുള്ളത് ഫ്രം അതർ എന്നുള്ള വാക്കെടുത്ത് ഇവർ മാറ്റി. അപ്പൊ ഇപ്പം നിലവിലുമാണെങ്കിൽ രണ്ടും ഒരേ കമ്മ്യൂണിറ്റി, അതായത് പൊളിറ്റിക്കലി പിടിയുള്ള ഒരേ കമ്മ്യൂണിറ്റി എന്ന് വേണമെങ്കിൽ രണ്ടും വെക്കാവുന്നതാണ്. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ടെക്നിക്കൽ ടേംസ് പിടിച്ചിട്ട് ഇവരുടെ ഒരു ഇതിലൊരു സർക്കസ് കളിയുണ്ട്. ആ സർക്കസ് കളി മാറണമെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് മൈനോറിറ്റി അമെന്റ്മെന്റ് ബില്ല് കൊണ്ടുവരിക എന്നുള്ളതാണ്. രണ്ടാമത് അടുത്ത സെൻസസ് നടക്കുക എന്നുള്ളതാണ്. പിന്നെ സാമ്പത്തിക സംവരണം കൊണ്ടുവരിക. അതായത് മതം ഏതായാലും പാവപ്പെട്ടവർക്ക് സംവരണം വേണമെങ്കിൽ കൊടുക്കാം, അല്ലെ വിദ്യാഭ്യാസത്തിൽ കൊടുക്കാം. ആ രീതിയിലുള്ള ഇത് കൊണ്ടുവരിക. ഒരു നിയമങ്ങൾ ഇന്ത്യയിൽ അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ഈ ഒരു വിഷയത്തിൽ നമ്മൾ അതായത് നമ്മൾ അങ്ങനെ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളാപ്പള്ളി നടേശൻ ചേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അദ്ദേഹം പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാതിരിക്കാനാണല്ലോ അദ്ദേഹം പറഞ്ഞ മലപ്പുറത്തിന്റെ പരാമർശം മാത്രം. അദ്ദേഹം ഇത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. കാരണം മലപ്പുറം എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് രാജ്യമായിട്ട് പ്രവർത്തിക്കുകയാണ്. എന്താണിത് ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അതായത് ഈ 2 മൈനോറിറ്റികൾക്കുള്ള ഈ ഒരു റിസർവേഷൻ, പിന്നെ അതല്ലാതെ അവരല്ലാതെ OBC റിസർവേഷൻ അവർക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ പല റിസർവേഷൻ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇതെന്താ വെള്ളരിക്കപ്പെടണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ക്രക്സ്, അതായത് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ ഈ ഒരു പോയിന്റ് മാത്രം എടുത്ത് ഒരു ഊതി വീർപ്പിച്ച് അവരുടെ അജണ്ട നടപ്പാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ അതെ അതെ, അദ്ദേഹത്തിന്റെ കൺസേൺസ് വാലിഡ് കൺസേൺസ് ആണ്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. പറയൂ. അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ അതിന്റെ രീതിയിൽ അതിന്റെ മെറിറ്റിലെടുത്ത് അഡ്രസ് ചെയ്യണം. കാരണം വെച്ചാൽ ഒരാൾ വെറുതെ ഇങ്ങനെ ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടില് പണ്ട് ഏതെങ്കിലും ഒരു നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വീട്ടിലൊരു ഒരു പട്ടീനെ വളർത്തുന്നുണ്ടെങ്കിൽ ആ പട്ടീനെ തല്ലിക്കൊല്ലിക്കാൻ വേണ്ടി അതൊരു പേയാന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ എല്ലാം കൊണ്ടുവന്ന് തല്ലിക്കൊല്ലിക്കുന്ന ഒരു ഇടപാടുണ്ട്. അതിവിടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രശ്നം കേട്ടോ. മാധ്യമങ്ങൾ ഒന്നും ഇത് ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. അവർക്കൊന്നും സൗകര്യമില്ല ചർച്ചയ്ക്ക് എടുക്കാൻ. അതെ, ഇത് മോബ് വയലൻസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിനൊന്നും നിന്നു കൊടുക്കേണ്ട ഗതികേട് ഇന്നത്തെ കേരളത്തിലെ ഈഴവ, തീയ അല്ലെങ്കിൽ ആ ഹൈന്ദവ കമ്മ്യൂണിറ്റിക്ക് ഇല്ല. സ്റ്റിൽ ഇറ്റ് ഈസ് അതായത് ഇത് തന്നെയാണ് ഇപ്പോഴത്തെ മെജോറിറ്റി. അതായത് നമ്മൾ എന്തിനും ഒരു ജസ്റ്റിഫിക്കേഷൻ വേണം, അതിൻ്റെതായ രീതിയിൽ മാന്യമായിട്ടുള്ള ഇടപെടൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. നമുക്ക് ഒരു കമ്മ്യൂണിറ്റി കോർഡിനേറ്റഡ് അല്ലെ അവർ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ട് എന്തും മാന്താന്നുള്ള തോന്നലൊക്കെ ആരെങ്കിലും വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് തോട്ടിക്കളയേണ്ട ഒരു കാര്യം തന്നെ. താങ്ക് യു സാർ.